നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ച വ്യാപാര നടപടികൾ ആഗോള ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ചൈനീസ് ഇറക്കുമതിക്കെതിരെ നിലവിൽ ചുമത്തിയിട്ടുള്ള താരിഫുകൾക്ക് പുറമെ 100% അധിക തീരുവ കൂടി ഇപ്പോൾ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. ചൈനയുടെ വ്യാപാര രംഗത്തെ വർദ്ധിച്ചുവരുന്ന ധാർഷ്ട്യത്തിനും ഏകപക്ഷീയമായ നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ തിരിച്ചടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 2025 നവംബർ 1 മുതൽ നിലവിലുള്ള എല്ലാ താരിഫുകൾക്കും പുറമെ ചൈനയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 100% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തിലെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിൽ പുതിയതും കൂടുതൽ രൂക്ഷവുമായ വ്യാപാര യുദ്ധത്തിന് ഇത് തീ കൊളുത്തിയിരിക്കുകയാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാൻ ഈ നീക്കം കാരണമാകുമെന്നും വിലയിരുത്തലുണ്ട്. അപൂർവ എർത്ത് കയറ്റുമതിയിലും അനുബന്ധ സാങ്കേതിക വിദ്യയിലുമുള്ള ചൈനയുടെ വിപുലമായ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. നിലവിലുള്ള താരിഫുകൾക്ക് പുറമെയാണിതെന്നും ട്രംപ് ഊന്നി പറഞ്ഞു. താരിഫുകൾക്ക് പുറമെ വരുന്ന നവംബർ 1 മുതൽ നിർണായക സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പദ്ധതികളും ട്രംപ് വെളിപ്പെടുത്തി. ചൈനയുടെ ആക്രമണാത്മക വ്യാപാര നിലപാടിനെ നേരിടാനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്. ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമായ സോഫ്റ്റ്വെയർ കയറ്റുമതി നിയന്ത്രിച്ചുകൊണ്ട് US അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു. ചൈനയുടെ നടപടികൾ അമേരിക്കയെ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ട്രംപ് പറഞ്ഞു. 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വലിയ തോതിലുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ചൈന അയച്ച കത്ത് ശത്രുതാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചൈന ഉൽപ്പാദിപ്പിക്കുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും ഈ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ വരും. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പുതിയ താരിഫുകളും കയറ്റുമതി നിയന്ത്രണങ്ങളും നിലവിലുണ്ടായിട്ടും ഈ തീരുമാനം ശ്രദ്ധേയമാണ്. വർദ്ധിച്ചുവരുന്ന വ്യാപാര തർക്കങ്ങളും അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങളും ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സോഫ്റ്റ്വെയറിന് പുറമെ വിമാനഭാഗങ്ങൾക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്കും കയറ്റുമതി നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കാനും US ആലോചിക്കുന്നുണ്ട്. ചൈനയുടെ വ്യാപാര നയങ്ങൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിവിധ മേഖലകളെ സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ താൽപര്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.